ഇതൊരു യുവാവിൻ്റെ കഥയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത അനുരാഗത്തിൻ്റെ കഥ. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വ ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ വലദി. നബിയെ, എൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ എൻ്റെ മക്കളെക്കാൾ എനിക്കേറ്റവും ഇഷ്ടം അങ്ങയോടാണ് നബിയെ. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങയെ ഓർക്കും. അങ്ങനെ അങ്ങയെ കാണാതെ എൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അങ്ങയുടെ ആ വദന പ്രക്ഷോഭിതമായ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ് നബിയെ. ഒരു ദിവസം എന്തായാലും ഞാനും അങ്ങയും ഈ ലോകത്തിൽ നിന്ന് വിട പറയും. ഞാനതിങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ അങ്ങ് ഉന്നതരായ പ്രവാചകന്മാർക്കൊപ്പമായിരിക്കുമല്ലോ. എനിക്കെവിടെ നിന്നാണ് നബി അങ്ങയെ കാണാൻ കഴിയുക എന്ന ആ ഒരു വിഷമവും പേടിയും എന്നെ അലട്ടുന്നു റസൂലേ. പക്ഷേ ഒന്നും പ്രതികരിക്കാതെ മുത്തുനബി മൗനിയായി അവിടെ ഇരുന്നു. അപ്പോഴേക്കും അള്ളാഹുവിൻ്റെ ആകാശലോകത്തിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരായത്തുമായി ഇറങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഈ ദുന്യവിയായ ജീവിതത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ തിരുദൂതരെയും അനുസരിച്ചു ജീവിക്കുന്നവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച പ്രവാചകന്മാരും സ്വാലിഹീങ്ങളായ അവൻ്റെ അടിമകൾക്കൊപ്പമാണ് സ്വർഗത്തിൽ എന്നർത്ഥം വരുന്ന മനോഹരമായ ആയത്ത് ഓതുകയാണ്. താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ സ്നേഹഭാജനമായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം സ്വർഗീയ ഉദ്യാനത്തിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിനെയും അവൻ്റെ തിരുദൂതരെയും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അതിനുള്ള മാർഗമെന്ന് ആ സ്വഹാബി മനസ്സിലാക്കുകയാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്കും ആ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ.